സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് പുത്രനായ ക്രിസ്തു മുഖാന്തരം സ്തുതിയും സ്തോത്രവും ഉണ്ടാകുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മൾ ഇന്നലെ പഠിച്ച് കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നാം പോവുകയാണ്. നാം നോക്കിക്കൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 14-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഒക്കെയാണല്ലോ. അവിടെ നിന്നും നാം ഇന്നലെ നോക്കിക്കൊണ്ടിരുന്നത് മഹാപീഡനകാലത്തിന്റെ ഒടുവിലായി യേശുക്രിസ്തു തേജസ്സോടെ വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അർമഗദ്ദോൻ യുദ്ധം, ദ ഫസ്റ്റ് റെക്കോർഡഡ് പ്രോഫറ്റ്, നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ പ്രവാചകൻ എന്ന് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഹാനോക്ക് പ്രവചിച്ചതായിട്ട് യൂദ 14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 1000 വിശുദ്ധന്മാരുമായിട്ട് ന്യായം വിധിക്കുവാൻ യേശുക്രിസ്തു ഇറങ്ങി വരുന്നതിനെ കുറിച്ച്. അങ്ങനെയാണ് വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ അർമഗദ്ദോൻ യുദ്ധത്തിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് നാം ഇന്നലെ കാണുകയുണ്ടായി. പ്രധാനമായിട്ടും നാം കണ്ട ഉദ്ദേശം മാനുഷീയ ഭരണകൂടങ്ങളെയും സാത്താന്യ ഭരണത്തെയും, വിശേഷിച്ച് സാത്താന്യ തൃത്വത്തെയും നിഷ്പ്രഭമാക്കി അവയെ നീക്കി ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക, പ്രത്യേകിച്ച് ആ ദൈവരാജ്യ സ്ഥാപനത്തിന്റെ അതിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം ഒരു അക്ഷരീയമായ ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ സ്ഥാപിച്ച് 1000 വർഷം യേശു കർത്താവായിട്ട് അല്ലെങ്കിൽ രാജാവായിട്ട് വാഴുക എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ചില സംഭവങ്ങൾ കൂടെയൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ദൈവത്തിന്റെ നിത്യരാജ്യം സ്ഥാപിക്കുന്നത്. എന്നാൽ ഈ 1000 ആണ്ട് വാഴ്ച ആ നിത്യരാജ്യത്തിന്റെ ഒരു ഇൻട്രോ, ഒരു തുടക്കം. അങ്ങനെ ദൈവരാജ്യ സ്ഥാപനത്തിനായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരികയും ആ ലക്ഷ്യത്തോടുകൂടെ മാനുഷിക ഭരണകൂടങ്ങളെയും സാത്താന്യ തൃത്വത്തെയും നീക്കിക്കളയുകയും ചെയ്യുന്നു. പിന്നീട് നാം കണ്ടു മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, അത് നമ്മൾ പറഞ്ഞോ എന്നെനിക്ക് ഓർമ്മയില്ല, ഇസ്രായേലിന്റെ അന്തിമമായ യഥാസ്ഥാപനം. അത് പറഞ്ഞില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പറഞ്ഞില്ല. അപ്പം അതും കൂടെ ആ ഉദ്ദേശത്തിന്റെ കൂടെ ചേർത്ത് കൊള്ളുക. ഫോർ ദ ഫൈനൽ, the purpose of this Armageddon is the final restoration of Israel. Last and final restoration. ഏറ്റവും അന്തിമമായ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്, യഥാസ്ഥാപനം എന്നുള്ളതും അതിന്റെ ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച് നാം കാണുകയുണ്ടായി. അപ്പം ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം അർഹിക്കുന്നതുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ മുമ്പോട്ട് നമുക്ക് പോകാം. ഒന്നുമില്ലെന്ന് കരുതുന്നു. എങ്കിൽ ഉണ്ടോ? ഇല്ല.
ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല. എങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ദ റീസൺസ് ഫോർ ദിസ് ബാറ്റിൽ, ഈ യുദ്ധത്തിനുള്ള കാരണങ്ങളാണ്. ദ റീസൺസ്, അർമഗദ്ദോൻ യുദ്ധത്തിന്റെ കാരണങ്ങൾ. ചില കാരണങ്ങൾ നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒന്ന്, ദ സോവറിറ്റി ഓഫ് അവർ ഗാഡ്. ദ സോവറിറ്റി ഓഫ് അവർ ഗാഡ്, നമ്മുടെ ദൈവത്തിന്റെ സർവാധിപത്യം അഥവാ പരമാധികാരം. നമ്മുടെ ദൈവത്തിന്റെ പരമാധികാരം ഈ യുദ്ധത്തിനുള്ള ഒരു കാരണമാണ്. പ്രധാനമായിട്ടും 5 റെഫറൻസുകൾ, 5 വേദഭാഗങ്ങൾ അതേക്കുറിച്ചുണ്ട്. എല്ലാം വായിപ്പിക്കാതെ, അതിൽ പലതും നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് പറഞ്ഞു മാത്രം വിടുന്നു, സമയവും കൂടെ നമുക്ക് ലാഭിക്കാം. ഒന്നാമത്തേത്, നാം കാണുന്നത് ഐശയ്യ 34:2, യെശയ്യാവ് 34-ന്റെ 2-ാമത്തെ വാക്യം. He has delivered them to the slaughter. രണ്ടാമത്തേതാണ് യോവേൽ 3:2, ജോയൽ 3:2. മൂന്നാമത്തേത് സെഖരിയാവ് 14:2, സെഖരായ 14:2. നാലാമത്തേത് സെഖരിയാവ് തന്നെ 3:8, സെഖരായ 3:8, 3:8. നാലാമത്തേതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 16-ന്റെ ഈ 12 തൊട്ട് 16 വരെയുള്ള വാക്യം. കൂടാതെ 19-ാം അധ്യായത്തിൽ നിന്നും ഒക്കെ നമ്മൾ വായിച്ചതും അതിന് കൂടെ ചേർക്കാം. അപ്പൊ ഇവിടെയെല്ലാം നാം കാണുന്നത് ഈ യുദ്ധത്തിനുള്ള ഒരു പ്രധാന കാരണം, റീസൺ എന്നുള്ളത് ദൈവത്തിന്റെ പരമാധികാരമാണ്, ദൈവത്തിന്റെ സർവാധിപത്യമാണ്. ആ സർവാധിപത്യത്തിൽ ദൈവം അങ്ങനെ നിയമിച്ചിരിക്കുന്നു. God has ordained these things in his sovereign power and authority. ദൈവത്തിന്റെ പരമമായ അധികാരത്തിലും ശക്തിയിലും ദൈവം ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കേണ്ടതിനായിട്ട് നിയമിച്ചിരിക്കുന്നു. ഉദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടു. രണ്ടാമത്, the reason is the deception of the devil. The deception of the devil. അത് നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു. പിശാചിന്റെ വഞ്ചനയാണ് രണ്ടാമത്തെ കാര്യം. ഇന്നലെ നമ്മൾ അതേപ്പറ്റി വിശദീകരിച്ചു. ഈ 16-ാം അധ്യായത്തിൽ തന്നെ 13-ഉം 14-ഉം 15-ഉം വാക്യങ്ങളിൽ, 13-ഉം 14-ഉം വാക്യങ്ങളിലായിട്ട് നമ്മൾ കണ്ടു. സാത്താൻ നേതൃത്വത്തിന്റെ വായിൽ നിന്ന് അശുദ്ധാത്മാക്കൾ തവളകൾ പോലെ പുറപ്പെടുന്നതും, അത് ഭൂതലത്തിലുള്ള സകല രാജാക്കന്മാരെയും അല്ലെങ്കിൽ സകല ജാതികളെയും വശീകരിക്കുന്നതും. സാത്താന്യ വഞ്ചനയിൽപ്പെട്ടാണ് ഇവരൊക്കെ ഈ യുദ്ധത്തിനായിട്ട് വന്നു ചേരുന്നത്. മറ്റൊന്ന്, മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, the hatred of the Gentile nations for Jesus Christ the Messiah. The hatred of Gentiles for the Messiah. ദൈവത്തിന്റെ അഭിഷിക്തനായ ക്രിസ്തുവിനോടുള്ള ജാതീയ രാഷ്ട്രങ്ങളുടെ ദ്വേഷം, വെറുപ്പ്, hatred. അതും നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി.
യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരും ജാതികളും ഒക്കെ കൂടെ ഒരുമിച്ച് കൂടുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്തും നാം അത് കാണുന്നുണ്ട്. ഏറ്റവും യഹൂദന്മാർ വെറുത്തിരുന്ന ഒരു കാര്യമായിരുന്നു റോമൻ ഭരണം. കാരണം റോമൻ ഭരണത്തിന്റെ കീഴിൽ യഹൂദന്മാർക്ക് മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ബറബ്ബാസിനെ നമുക്കറിയാം. അവൻ ഒരു കലഹത്തിൽ പിടിക്കപ്പെട്ടവനായിരുന്നുവെന്ന് കാണും. ആ കലഹം എന്ന് ഉള്ളത് റോമൻ ഭരണത്തിൽ നിന്ന് യഹൂദ ജാതിയെ, ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യ സമരമായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ബൈബിളിൽ അത്രേ പറയുന്നുള്ളൂ. ഒരു കലഹത്തിൽ പിടിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഒരാൾ. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ കൊലപാതകനായിരുന്നു അവനെന്ന് പത്രോസ് പറയുന്നു. നീതിമാനായവനെ നിങ്ങൾ ക്രൂശിക്കാൻ പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരാനും പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബറബ്ബാസ് ഒരു കൊലപാതകനായിരുന്നുവെന്നും കലഹത്തിൽ പിടിക്കപ്പെട്ടവനായിരുന്നു. He was captured in a, or he was arrested in a riot. That riot must have been, or might have been, for the freedom of Israelites from the clutches, the political clutches of Rome. അതിനൊരു പക്ഷേ അവൻ കൊലപാതകവും ചെയ്തിട്ടുണ്ടാകാം. ഇത്രയേ ബറബ്ബാസിനെ കുറിച്ച് ബൈബിൾ പറയുന്നുള്ളൂ. എന്നാൽ ദയാസാഗർ എന്ന സിനിമയ്ക്കകത്ത്, ദയാസാഗർ എന്ന ക്രിസ്ത്യൻ ഫിലിം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഫിലിമാണ്. ഞങ്ങളൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ അത് ഗ്രാമങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആന്ധ്രയിൽ ചിത്രീകരിക്കപ്പെട്ട സംവിധാനം ചെയ്യപ്പെട്ട ഒരു ഫിലിമാണ്. ജീസസ് ഫിലിം വിദേശത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. എന്നാൽ ഇത് ഹിന്ദിയിൽ തന്നെ ഉണ്ടാക്കപ്പെട്ട ഒരു ഫിലിം ദയാസാഗർ. എനിക്ക് അതുകൊണ്ടത് ഇന്ത്യയിൽ കാണിക്കുന്നതിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിൽ അരുതാത്ത ഒന്ന് രണ്ട് സീനൊക്കെ അവർ കൂട്ടിച്ചേർത്തിരുന്നു. ഞങ്ങളത് കട്ട് ചെയ്തിട്ടായിരുന്നു കാണിക്കുമായിരുന്നു. അതിനകത്ത് ബറബ്ബാസിനെ കുറിച്ച് ഒരു ചിത്രീകരണമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് നാളിന് മുമ്പ് വൈറലായ ആ സഹോദരിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു സഹോദരിയുടെ പ്രസംഗം കൺവെൻഷൻ മറ്റോ ആയിരുന്നു തോന്നുന്നു. ഏതായാലും കുറെ പാസ്റ്റർമാരും ഒക്കെ ഇരിപ്പുണ്ടായിരുന്ന ഒരു സ്റ്റേജിലാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ ആ സഹോദരി പ്രസംഗിച്ചപ്പോൾ ബറബ്ബാസുമായിട്ടുള്ള ഒരു സംഗതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. നിങ്ങൾ ഏതാണ്ട് എല്ലാവരുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ലക്ഷണമില്ല. ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ഇടയ്ക്ക്. അധികം നാളായില്ല, എനിക്കൊന്ന് 2-3 മാസത്തിന് മുമ്പ്. ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണെന്നുള്ള നിലയിലാണ് ആ സഹോദരി പ്രസംഗിച്ചത്. എന്നാൽ ബൈബിളിൽ അങ്ങനെയൊന്നും ഇല്ല. അതായത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് ബറബ്ബാസ് കുറെ തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് യേശുവിനെ കാണാൻ വരുന്നതും, നമുക്ക് ഒരുമിച്ച് റോമിനെതിരെ പോരാടാമെന്ന് പറഞ്ഞ യേശുവിനെ വിളിക്കുന്നതും, ആ സമയത്ത് യേശു അതിന് കൂട്ടുനിൽക്കാതെ ബറബ്ബാസ് പിണങ്ങിപ്പോകുന്നതും, പിന്നീട് യേശുവിനെ കൊല്ലാനുള്ള പരിപാടിയൊക്കെ ബറബ്ബാസ് തന്നെ ഇണക്കുന്നതും, പിന്നെ ബറബ്ബാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒടുവിൽ ബറബ്ബാസിനെ യേശു ക്രൂശിക്കപ്പെടുന്ന സമയത്ത് പാസ് ഓവർ, പെസഹായുടെ ആ ഒരു പാരമ്പര്യം അനുസരിച്ച് മോചിപ്പിക്കുന്നു. ഇതെല്ലാം കൂടെ വെച്ച് ഫിലിമിനകത്തുണ്ട്. ഇതറിയുന്ന ബറബ്ബാസ് ഉടുപ്പ് പോലും ഇടാതെ ഒരു തോർത്ത് മാത്രം ഉടുത്തോണ്ട് യേശുവേന്നും വിളിച്ചോണ്ട് ക്രൂശിങ്കലേക്ക് ഓടിപ്പോകുന്നതൊക്കെ ഇതെല്ലാം കൂടെ ആയിരുന്നു ആ പ്രസംഗത്തിനകത്ത്.
സത്യത്തിൽ ഇത് ഫിലിമിനകത്തുള്ളതാ, ബൈബിളിലുള്ളതല്ല. അത് വേദവാക്യമായിട്ട് പ്രസംഗിച്ച് പോയി. ഞാൻ പറഞ്ഞു വന്നത് അതിനെക്കുറിച്ച് പറയാനല്ല. എന്നാൽ ഇങ്ങനെ നിങ്ങൾ വല്ലതും കേൾക്കുകയോ കാണുകയാണെങ്കിൽ അത് ബൈബിളിലെ സംഗതി അല്ല, അത് ദൈവവചനമായിട്ട് സ്വീകരിക്കരുതെന്ന് പറയാൻ വേണ്ടി. നമ്മുടെ വിഷയം യേശുവിന്റെ ക്രൂശീകരണ സമയത്തും കണ്ടോ, ശത്രുക്കളായിരുന്ന പീലാത്തോസും ഹെരോദാവും സഖ്യതയിലായി. ശത്രുതയിലായിരുന്ന ഇസ്രായേലും അല്ലെങ്കിൽ യഹൂദ നേതാക്കന്മാരും റോമൻ ഭരണകൂടവും തമ്മിൽ കൈകോർത്തു. എന്തിനു വേണ്ടിയാ ഇവർ ബാക്കി എല്ലാ ശത്രുതയും മറന്നത്? യേശുവിനോടുള്ള അവരുടെ ഹേറ്റ്രഡ്, ക്രിസ്തുവിനോടുള്ള അവരുടെ ദ്വേഷമാണ് ഇവർ തമ്മിലുള്ള ദ്വേഷത്തെ മറന്ന് അവരെ ഒരുമിപ്പിച്ചത്. അത്രയ്ക്കും ക്രിസ്തുവിനോടുള്ള ദ്വേഷം, വെറുപ്പ് നമുക്ക് ഈ ജാതികളിൽ കാണാം. അത് ഈ കാലങ്ങളിലാണെങ്കിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. സ്തോത്രം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര തീവ്രമായ ദ്വേഷമാണ് ക്രിസ്തുവിനെതിരെയുള്ളത്. അതിൻ്റെ തന്നെ ഭാഗമായിട്ട് ലോകത്ത് പലയിടങ്ങളിലും അങ്ങനെ തന്നെയുണ്ട്. അപ്പം ഈ യുദ്ധത്തിനു വേണ്ടി ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവത്തിൻ്റെ ക്രിസ്തുവിനോടുള്ള ജാതികളുടെ വെറുപ്പാണ്, വിദ്വേഷമാണ്. നാം അത് കാണുന്നുണ്ട്. സാത്താന്റെ വിദ്വേഷമുണ്ട്, ജാതികളുടെ വിദ്വേഷമുണ്ട്. സാത്താൻ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ ആദ്യം മുതലേ വെറുക്കുന്നു. പ്രത്യേകിച്ച് നാം വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അതിന്റെ വിശദീകരണം കണ്ടു. ദൈവത്തിന്റെ പുത്രനെ ഇരുമ്പുകോൽ കൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് ദണ്ഡും കൊണ്ട് ജാതികളെ ഭരിപ്പാനുള്ളവനെ, സാത്താന്റെ തലയെ തകർക്കുവാനായിട്ടുള്ളവനെ അവൻ ദ്വേഷിക്കുന്നത് സ്വാഭാവികം മാത്രം. ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ ദാറ്റ് ദ ഡെവിൾ ഹേറ്റ്സ് ജീസസ് ദ മെസ്സായ who was born to bruise his head. It's natural. സ്വാഭാവികമാണ്. Who was born to dethrone him, who was born to deliver people from his slavery. അവന്റെ അടിമത്വത്തിൽ നിന്ന്, അവന്റെ പല്ലുകളുടെ ഇടയിൽ ഇരകളായിരുന്ന അവസ്ഥയിൽ നിന്ന് മാനവ സമുദായത്തെ വിടുവിക്കുവാൻ വേണ്ടി ജനിച്ച ക്രിസ്തുവിനെ വെറുക്കുക, ദ്വേഷിക്കുക എന്നത് സാത്താന്യമാണ്. അത് സ്വാഭാവികമായ സാത്താന്യ പ്രവൃത്തിയാണ്. അവൻ അതിനു വേണ്ടി പലരെയും ഒരുക്കുന്നു. നമ്മളത് 12-ാം അധ്യായത്തിൽ നിന്നും പഠിക്കുകയുണ്ടായി. യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ പലരെയും ക്രിസ്തുവിന്റെ ജനനം നടക്കാതിരിക്കാൻ വേണ്ടി ഒരുക്കി. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികളെ തകിടം മറിക്കാൻ അവന് കഴിഞ്ഞില്ല എന്ന് മാത്രം. യഹൂദ ജാതിയെയൊക്കെ നിർമൂലനം ചെയ്യുവാൻ വേണ്ടി പല ജാതികളും പരിശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, എസ്തേറിന്റെയും ഒക്കെ ഉപവാസം പോലും ഭൗതികമായിരുന്നില്ല. എസ്തേറും മൊർദെഖായിയും അന്നുണ്ടായിരുന്ന ഇസ്രായേലുമൊക്കെ ഉപവസിച്ചത് ഇസ്രായേൽ ജാതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഭൗതികം അല്ലായിരുന്നു. ഏറ്റവും ആത്മീയതയുടെ സ്ഥിതിയാണ്. എന്ന് വെച്ചാൽ മശിഹായുടെ ജനനത്തെ തടയാൻ, അത് നിമിത്തം ലോകത്തിന്റെ മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിനെ
തടയാൻ തന്നെ പിശാചൊരുക്കിയ തന്ത്രങ്ങൾക്കെതിരെ ഉള്ള ആത്മീയ പോരാട്ടമായിരുന്നു അത്. ആത്മീയ പോരാട്ടമായി. അങ്ങനെ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ്, ക്രിസ്തുവിന്റെ ജനന സമയത്ത് എത്ര കുഞ്ഞുങ്ങളെ അവൻ കൊന്നുകളഞ്ഞു. 2 വയസ്സിൽ താഴെയുള്ള ശിശുഹത്യ എത്ര പേരെ കൊന്നെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ സാധാന്യമായ ദ്വേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ജാതികൾ 2-ാം സങ്കീർത്തനത്തിലേത് നമ്മൾ കണ്ടു. അതുപോലെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. റെവലേഷൻ 11:18. Then the nations, the Gentiles led by Antichrist will be hating Christ. ഇവിടെ നാം കാണുന്നത് എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ജാതീയ രാജാക്കന്മാർ, ഭരണാധിപന്മാർ എല്ലാവരും യേശുക്രിസ്തുവിനെ ദ്വേഷിക്കുന്നതാണ്. ഈ വെളിപ്പാട് പുസ്തകം തന്നെ 11-ന്റെ 15-ഉം 12-ന്റെ 12-ഉം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 16-ാം അധ്യായവും ഒക്കെ ആ കാര്യത്തെ വ്യക്തമാക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ അർമഗദ്ദോൻ യുദ്ധത്തിന് വേണ്ടിയുള്ള കാരണങ്ങളിൽ 3-ാമത്തേതായിരുന്നു ദ ഹേറ്റ്രഡ് ഓഫ് നേഷൻസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള ഈ ജാതികളുടെ വെറുപ്പ്, വിദ്വേഷം, പക എന്നൊക്കെയുള്ളത്. അപ്പം നാം കാണുന്നത് ഈ വിദ്വേഷത്തോടനുബന്ധിച്ച് സഖരിയാവ് 14-ന്റെ 4-ാമത്തെ വാക്യത്തിൽ വീണ്ടും നാം കാണുന്നുണ്ട്, they will also be aware of his touching down on the Mount Olive. ഒലിവു മലയിൽ കർത്താവ് പാദം വെക്കുന്നതിനെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 400 ചില്ലുവാനം അല്ലെങ്കിൽ 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് ഇവിടെ കിടപ്പുണ്ട്. സഖരിയാവിൽ 14-ാം അധ്യായം. ഹഗ്ഗായിയും സഖരിയാവും ഒരേ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരാണ്. ദ പോസ്റ്റ് എക്സിലിക് പ്രോഫിറ്റ്സ്. യഹൂദന്റെ ബാബേൽ പ്രവാസത്തിന് ശേഷം പ്രവചിച്ച പ്രവാചകന്മാരാണ് പ്രധാനമായും ഇവർ 2 പേരും, ഹഗ്ഗായിയും സഖരിയാവും. അതേതാണ്ട് 520-നടുത്തായിരുന്നു ഇവരുടെ ശുശ്രൂഷാകാലം. ഏകദേശം ക്രിസ്തുവിന്റെ ജനനത്തിന് 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പ്രവചിച്ചത് ഇന്ന് 102,000-ഓളം ഭാഷകളിൽ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പം സാത്താൻ ഈ കാര്യം അറിയാം. സാത്താൻ ഈ കാര്യം ജാതികൾക്കും അറിവ് കൊടുത്തിട്ടുണ്ട്, യേശുക്രിസ്തു ഒലിവുമലയിൽ നിൽക്കുന്നതിനെ കുറിച്ച്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ തന്നെ വരുന്ന വരവിൽ തന്നെ യേശുവിനെ തടയുക എന്ന ലക്ഷ്യത്തോടെ, അവിടെ വെച്ച് തന്നെ യേശുവിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഈ ജാതികൾ വളരെ ക്രുദ്ധിച്ച്, വളരെ കുപിതരായി അവിടെ കൂടി വരികയാണ്. അപ്പൊ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ അനുയായികളെയും ക്രിസ്തുവിന്റെ ഭക്തന്മാരെയും വിശുദ്ധന്മാരെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ ജാതികൾ ക്രിസ്തുവിനെ വെറുത്ത് കൂടുന്നു. അപ്പം ഇങ്ങനെയുള്ളവയാണ് ഈ അർമഗദ്ദോൻ യുദ്ധത്തിനുള്ള കാരണങ്ങൾ. അപ്പോൾ നമ്മൾ കാരണങ്ങളെയും കണ്ടു, ലക്ഷ്യങ്ങളെയും കണ്ടു. ഇത്രയും വിഷയങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം കൂടുതൽ വേണമോ?
ശരി. ഇനിയും ഇതിലെ പങ്കാളികൾ ആരൊക്കെയാണെന്ന് ഇന്നലെ നമ്മളൊന്ന് കണ്ടു. ഒന്നും കൂടെ പറഞ്ഞു വിടുന്നു എന്ന് മാത്രം. ദ പാർട്ടിസിപ്പൻസ്. ഒരു ഭാഗത്ത് ക്രിസ്തുവും മറുഭാഗത്ത് എതിർ ക്രിസ്തുവും. ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം. എന്നാൽ ക്രിസ്തുവിന്റെ കൂടെയുള്ള സൈന്യത്തിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. കാരണം എല്ലാം ക്യാപ്റ്റൻ തന്നെ ചെയ്തോളും. നമ്മൾ വെറുതെ പുറകിൽ ഒന്ന് കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. എന്തിനേറെ, ക്യാപ്റ്റനെ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയയൊക്കെ പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം പോലും ഇല്ല. സ്തോത്രം. നമുക്ക് കൂടെ നിന്നാൽ മാത്രം മതി. ഈ സാത്താന്യ ശക്തികൾക്കെതിരെ ഒന്നും നമ്മൾ അന്നും പോരാടേണ്ട ആവശ്യമില്ല. എതിർ ക്രിസ്തുവിന്റെ കൂടെ ഉള്ളവരെ നമ്മൾ ഈ 16-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ കണ്ടു. ദ ഹോൾ വേൾഡ്, ലോകത്തിലുള്ള ഈ ഭരണാധിപന്മാരെല്ലാവരും എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് തട്ടുകളായിട്ട് ലോക ജനത മുഴുവനും മാറും. ഒരു ന്യൂനപക്ഷം അന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ കൂടെ ഉണ്ടാവും. അവർ മിക്കവാറുമൊക്കെ പീഡിത ഗണമായിരിക്കും. The living people, all those who are living in the body will be joining the hosts of heaven. Mostly they may be the persecuted saints during the tribulation. Persecuted saints, ഉപദ്രവിക്കപ്പെട്ട പീഡിത ഗണം. അതിലൊരു കൂട്ടർ യഹൂദന്മാരെല്ലാവരും തന്നെ കൂടും. ചിലപ്പോൾ യഹൂദന്മാരുടെ കൂടെ മറ്റ് ചില ജാതികളും ഉണ്ടാകാനിടയുണ്ട്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനോടൊപ്പം ഒരു മിശ്രിത ഗണം പുറപ്പെട്ടതുപോലെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ നിന്നും പുറത്തു വരുവാൻ കൊതിച്ചിരുന്ന അടിമത്വത്തിൽ കഴിഞ്ഞ വേറെയും ജനതയുണ്ടാകാം. വ്യക്തികളായിട്ട് പലരും ഉണ്ടാകാം. അവരെല്ലാവരും കർത്താവിനോട് ചേർന്ന് സ്വർഗീയ സൈന്യത്തോടൊപ്പം ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു വലിയ ഗണം. അടുത്തതായിട്ട് നാം നോക്കുന്നത്, ഹു വിൽ ബി ഓർഗനൈസിങ് ദിസ്? ഈ യുദ്ധത്തിന്റെ നടത്തിപ്പുകാരാരാ? സംഘാടകർ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു. ആരായിരിക്കും ഇതിന്റെ സംഘാടനം? ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് ഹിംസെൽഫ്. ദൈവം തന്നെയായിരിക്കും ഇതിന്റെ സംഘാടകത്വം വഹിക്കുന്നത്. ദൈവം തന്നെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. അതിന്റെ എന്താണ് പറയുന്നത്, ഇവരെ കൂട്ടിച്ചേർക്കുന്നത്. കാരണം ദൈവത്തിന്റെ ഉദ്ദേശ നിവർത്തിക്ക് വേണ്ടി ദൈവം അങ്ങനെ ഈ കാര്യങ്ങളെ നിയമിച്ചിരിക്കുന്നു. എന്നാൽ ആ പദ്ധതിയുടെ നിറവേറലിനു വേണ്ടി സാത്താന്യ തൃത്വത്തെയും ദുരാത്മാക്കളെയും അശുദ്ധാത്മാക്കളെയും കൂടെ ദൈവം ഇവിടെ അനുവദിക്കുന്നു, ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സാത്താന്യ തൃത്വത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന അശുദ്ധാത്മാക്കൾ. ഇതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. എന്നാൽ അന്തിമഘട്ടത്തിൽ ഈ അനുസരണം കെട്ട ജാതീയ രാജാക്കന്മാരെ അല്ലെങ്കിൽ ജാതികളെ ഒരുമിച്ച് കൂട്ടുവാൻ
ഈ അശുദ്ധാത്മാക്കളെ ദൈവം അനുവദിക്കുന്നു എന്ന് മാത്രം. അതാണ് സംഘടനാപരമായ സംഗതി എന്ന് പറയുന്നത്. സംഘടനാപരമായ സംഗതി. മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. M.R. വിൻസെന്റ് എന്ന് പറയുന്ന ആള്, മെറിൻ വിൻസെന്റ് എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അസീറിയ രാജാക്കന്മാരുടെ കാലം മുതൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഈജിപ്തിൽ നിന്നും സിറിയയിലേക്കുള്ള അപകടകരമായ സൈനിക യാത്ര വരെ അനേകം യുദ്ധങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക താവളമായിരുന്നു എസ്ഡ്രേലിയോൺ താഴ്വരയിലെ മെഗിദ്ദോ. നമ്മളതിനെ പൊതുവായിട്ട് കഴിഞ്ഞ ദിവസവും കാണുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് യഹൂദന്മാർ, ജാതികൾ, കുരിശുയുദ്ധക്കാർ, ക്രൂസേഡേഴ്സ്, കുരിശുയുദ്ധക്കാർ, ക്രിസ്തുവിരുദ്ധരായ ഫ്രഞ്ചുകാർ, മിസ്രൈമ്യർ, പേർഷ്യക്കാര്, തുർക്കികൾ, അറബികൾ ആദിയായ ആകാശത്തിൻ കീഴുള്ള സകല ജാതികളിൽ നിന്നുമുള്ള യോദ്ധാക്കൾ ഈ സമതലത്ത് കൂടാരമടിക്കുകയും അവരുടെയൊക്കെ ദേശീയ പതാകകൾ താബോറിന്റെയും ഹെർമോനിന്റെയും മഞ്ഞിനാൽ നനയുകയും ചെയ്തിട്ടുണ്ട്. സാരത്രേ ഉള്ളൂ, അസീറിയൻ രാജാക്കന്മാർ തുടങ്ങി നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് വരെ ഉള്ള ധാരാളം ജാതികൾ ഈ പ്രത്യേക സ്ഥലത്ത്, ഈ സ്ട്രാറ്റജിക് മിലിറ്ററി പോയിന്റിൽ, ഈ പ്ലെയിനിൽ, ഈ സമതലത്തിൽ തങ്ങളുടെ കൂടാരം അടിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാക അവിടെ നാട്ടിയിട്ടുണ്ട്. ഈ താബോറിന്റെയും ഹെർമോന്റെയും മഞ്ഞ്, താബോർ മലയിൽ നിന്നും ഹെർമോൻ മലയിൽ നിന്നുമുള്ള മഞ്ഞ് പെയ്ത് ഇവരുടെയൊക്കെ ദേശീയ പതാകകൾ നനഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ വായിച്ചതും കൂടെ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. എ ഫോമർ പ്രസിഡന്റ് ഓഫ് the Norwegian Academy of Sciences, helped by historians from Britain, Egypt, Germany, and even India, and using electronic computers, has found that since 3600 BC, the world has known by 292 years of peace. മനസ്സിലായോ? ഈ നോർവേജിയൻ അക്കാഡമി ഓഫ് സയൻസ് ബ്രിട്ടനിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ഇന്ത്യയിൽ നിന്നുമൊക്കെയുള്ള ചരിത്രകാരന്മാരുടെ സഹായത്തോടുകൂടെയും കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടുകൂടെയും കണ്ടെത്തിയ ഒരു ജിജ്ഞാസാപരമായ, ഭയാനകമായ, വിചിത്രമായ കണ്ടെത്തലാണ് BC 3600 ശേഷം. ഇപ്പം നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് 3600-ഉം ഇങ്ങോട്ട് 2024-ഉം പോട്ടെ 2000 കൂട്ടിക്കോ, 5000-ൽ പരം വർഷങ്ങളായേ. 5600-ൽ പരം വർഷങ്ങളായി. ഈ BC 3600 മുതൽ ഈ സമയം വരെ, കഴിഞ്ഞ നൂറ്റാണ്ട് കൂട്ടിക്കോ, 20-ാം നൂറ്റാണ്ട് വരെയുള്ള കുറച്ച് പഴയ പുസ്തകമായി. 20-ാം നൂറ്റാണ്ട് വരെയുള്ള സമയം ഒരു 3600-ഉം 2000-ഉം കൂട്ടിയാൽ മതി.
അപ്പോൾ ഏതാണ്ട് ഒരു 5600 വർഷങ്ങൾക്കകം ലോകത്ത് സമാധാനം അനുഭവിച്ച വർഷങ്ങൾ 292 വർഷങ്ങൾ മാത്രം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓൺലി 292 years of peace were there in the world ever since 3600 BC. ബാക്കി എല്ലാ സമയങ്ങളിലും യുദ്ധങ്ങളോ യുദ്ധശ്രുതികളോ ആയി ലോകം അസമാധാനത്തിലായിരുന്നു അത്രേ. ആ പുസ്തകത്തിൽ വീണ്ടും തുടരുന്നത് ഇങ്ങനെയാണ്. ഫ്രാങ്ക്ലിൻ ലോങ്സൺ എന്ന് പറയുന്ന ഒരാള് പറഞ്ഞിരിക്കുന്നതാണ്. In this period of more than 55 centuries, there have been 14,531 wars, large and small. ഈ 5500 പരം വർഷങ്ങളിൽ 14,531 ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറെ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. ഇതിന്റെ കൂടെ ഇനിയും കുറെ യുദ്ധങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാം. അതൊന്നും ഇതിനകത്തിൽ പെട്ടിട്ടില്ല. അപ്പം ഈ 5500 പരം വർഷങ്ങളായിട്ട് ലോകത്തിൽ നടന്ന യുദ്ധങ്ങളുടെ സംഖ്യയാണ് 14,531. 14,531 പരം ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഭൂമിയിൽ നടമാടിയിട്ടുണ്ട്. In which more than 3.6 million people were killed. 3.6 million people. ഇതിൽ 3.6 ദശലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകളാണ്. യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധത്തിൽ തന്നെ മരിച്ചവരുടെ സംഖ്യ എത്രയാ? അതിനു മുൻപ് തുടങ്ങിയതാണ് ഉക്രൈൻ, റഷ്യ, ഇങ്ങനെ എത്രയെത്ര. വീണ്ടും അത് തുടരുന്നു. Since 650 BC, there have been 1,656 arms races, all except 16 ending in war, and those 16 ended in economic collapses for the countries concerned. 650 BC, 650 BC, ക്രിസ്തുവിന് മുമ്പ് 650 ശേഷം തന്നെ, എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദാനിയേലിന്റെ ഒക്കെ ഏകദേശം ഒരു കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് 1656 യുദ്ധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൈനിക നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയുധ വിതരണങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. ഈ 1656 16 മാത്രമേ ഉള്ളൂ യുദ്ധത്തിൽ കലാശിക്കാഞ്ഞത്. ബാക്കിയെല്ലാം യുദ്ധത്തിൽ കലാശിച്ചു. ഈ യുദ്ധത്തിൽ കലാശിക്കാഞ്ഞ ഈ ബാക്കി 16 സംഗതികൾ പോലും അതിലേർപ്പെട്ടിരുന്ന രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക അധപ്പതനത്തിൽ കലാശിച്ചു. ഈ ലോകത്തിൽ നടന്ന യുദ്ധങ്ങളെ കുറിച്ച് ആണ്. ഇങ്ങനെ യുദ്ധങ്ങൾ
ലോകത്തിൽ എണ്ണമറ്റതായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ രാജാവായ യുദ്ധങ്ങളാണ് ഇനി സംഭവിപ്പാൻ പോകുന്നത്. വീണ്ടും പറയട്ടെ, പക്ഷേ അതിനു മുമ്പ് നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ മേഘങ്ങളിൽ പ്രത്യക്ഷനാകും. സ്തോത്രം. ഈ യുദ്ധത്തിലെ ജയാളിയായ ക്യാപ്റ്റന്റെ കൂടെയായിരിക്കും നാമും കാണപ്പെടുക. അത് ഏറെ അനുഗ്രഹകരമാണ്. അതിന് ഇനിയും സമയങ്ങൾ അമാന്തിക്കില്ല. കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ, നമ്മുടെ തലമുറയിൽ തന്നെ കർത്താവ് വരും എന്ന പ്രതീക്ഷയ്ക്ക് ഏറെ സാധ്യതയാണുള്ളത്. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കായി ഇവിടെ കയറി വരുവീൻ എന്ന ദൈവശബ്ദം കേൾക്കേണ്ടതിന് നമുക്കൊരുങ്ങാം. നമ്മെ തന്നെ അതിനായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ദുഃഖങ്ങളെയും വേദനകളെയും ഒക്കെ നമുക്ക് മറക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയാണ് കഷ്ടതകളുടെ നടുവിലും ധൈര്യത്തോടും സന്തോഷത്തോടും കൂടെ മുൻപോട്ട് പോകുവാൻ, കുതിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആ പ്രത്യാശ നമുക്ക് വളരെ പ്രചോദനകരമാണ്. സ്തോത്രം. ലോകത്തിലുള്ള മനുഷ്യർക്ക് പ്രത്യാശ ഇല്ല. നാമും ഒരിക്കൽ ലോകത്തിൽ പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. പൗലോസ് എഫേസ്യർ 2:13-12 വാക്യത്തിൽ പറയുന്നു. നാം പ്രത്യാശയില്ലാത്തവരായിരുന്നു. അന്ന് മരണം കൊതിച്ചിരുന്നു. നമ്മൾ പലരും അന്നൊന്നും മരിക്കാഞ്ഞതും ആത്മഹത്യ ചെയ്യാഞ്ഞതും പേടിയുണ്ടാകും. ഇല്ലായിരുന്നെങ്കിൽ അന്നൊക്കെ നമ്മിൽ പലരും മരിച്ചേനേം, ആത്മഹത്യ ചെയ്തേനെ. എന്നാൽ ഇന്ന് സ്തോത്രം, മരണത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയുന്നത് കർത്താവ് നമ്മിൽ പകർന്നിരിക്കുന്ന പ്രത്യാശയാണ്. ആ പ്രത്യാശയാൽ നിറഞ്ഞവരായി നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.